ഞാനും രാഹുൽ ഗാന്ധിയൊക്കെ കാണുമ്പോൾ സാധാരണ ഒന്നുകിൽ പരസ്പരം വണങ്ങും, അല്ലെങ്കിൽ കൈ കൊടുക്കും. കെട്ടിപ്പിടിക്കുക എന്നുള്ളത് സാധാരണ ഉണ്ടാകാറില്ല. പക്ഷേ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഇന്ന് കണ്ടു. രാഹുൽ ഗാന്ധി മോദിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ കാണുകയുണ്ടായി. ഇത്തരമൊരു നിയമനം ദേവസ്വം മന്ത്രി അറിയാതെ എങ്ങനെയാണ് നടക്കാനിടയാകുക? അത് ഒരു തരത്തിലുള്ള കള്ളന് ചൂട്ടുപിടിക്കലായിപ്പോയി. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഇവിടെ നിപ്പ വീണ്ടും വന്നു എന്നുള്ളതാണ്. ഇതൊരു വളരെ ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. എല്ലാവരും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനും അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് നിപ്പയുടേതായ ഗൗരവത്തിൽ കൈകാര്യം ചെയ്ത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ ഇടപെടലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇക്കാര്യത്തിൽ ആരോഗ്യമേഖലയാകെ സജ്ജമാക്കാനും അതിൻ്റെ ഭാഗമായുള്ള ഇടപെടലുകൾ ഉണ്ടാകാനും സാധാരണഗതിയിൽ ആരോഗ്യവകുപ്പും സർക്കാരും എടുക്കേണ്ട മുൻകൈയിൽ നിർഭാഗ്യവശാൽ അത്തരമൊരു മുൻകൈ ഇവിടെ കാണുന്നില്ല. നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ആരോഗ്യമന്ത്രിമാരൊന്നും മെഡിക്കൽ ബിരുദധാരികളല്ല. പക്ഷേ ഏറ്റവും കടുത്ത നിപ്പ ബാധയടക്കമുണ്ടായ ഘട്ടത്തിൽ ഒന്നിലധികം ഘട്ടങ്ങളിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ ഘട്ടങ്ങളിലെല്ലാം എങ്ങനെയാണ് ആരോഗ്യമന്ത്രി അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ സജ്ജമായിരുന്നത്, ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകൾ ആ ഘട്ടത്തിൽ നടത്തിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്യന്തം ശോചനീയമായൊരു നിലയാണ് ഇപ്പോൾ കാണുന്നത്. ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല, ഇടപെട്ടിട്ടില്ല. ആരോഗ്യമന്ത്രി വരുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യം ബന്ധപ്പെട്ടവരെയെല്ലാം കൂടുതൽ ഉണർത്താൻ കഴിയുമെന്നുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള ഇടപെടലുകൾക്ക് സഹായകമാകും. മറ്റു ഭാഗങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇതൊരു ശരിയായ രീതിയായില്ല. ഈ നിപ്പയുടെ ഗൗരവ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതനുസരിച്ചുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇതേവരെ ഉണ്ടായില്ല, ഇനിയും ഉണ്ടാകണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഈ ദേവസ്വം വകുപ്പിലേക്ക് ഈ ദേവസ്വത്തിന്റെ തന്നെ ഒരു കേസിൽ പ്രതിക്ക് വേണ്ടി വാദിച്ച ഒരു അഭിഭാഷകൻ ഗവൺമെന്റ് പ്ലീഡറായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. അതും പ്രത്യേകിച്ചും സ്വർണം കെട്ടത് ആരപ്പ എന്നുള്ള വലിയ ചോദ്യം ഉയർത്തിയ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തി അതിന്റെ തൊട്ടുപുറകിലാണ് ഇതുണ്ടായിരിക്കുന്നത്. വളരെ വിചിത്രമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലും കാണാൻ കഴിയുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ സർക്കാരുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗമായി ഓരോ വകുപ്പിൻ്റെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മന്ത്രിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ബന്ധപ്പെട്ട മന്ത്രിയാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. പക്ഷേ വിചിത്രമായ പരസ്യ പ്രതികരണമാണ് ദേവസ്വം മന്ത്രിയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. ഞാൻ അറിയില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്ന നിലയാണുണ്ടായത്. ഇത്തരമൊരു നിയമനം ദേവസ്വം മന്ത്രി അറിയാതെ
എങ്ങനെയാണ് നടക്കാനിടയാകുക? അതോടൊപ്പം ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു പ്രതി സാധാരണ പ്രതിയല്ല. ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റാരോപിതനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിനെ തന്നെ ഇവിടെ ദേവസ്വത്തിന് വേണ്ടി നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള കള്ളന് ചൂട്ടുപിടിക്കലായിപ്പോയി. ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. അടിയന്തരമായി ദുരഭിമാനം വെടിഞ്ഞ് അത് തിരുത്തണം, മാറ്റി നിശ്ചയിക്കണം. നമ്മുടെ നാട്ടിൽ അഡ്വക്കേറ്റുമാർക്കൊന്നും ക്ഷാമമില്ലാത്തതാണ്. ഇദ്ദേഹം ആ പ്രതിയായിട്ടുള്ള ആളും സ്ഥാപനവും കേമനാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയായിരിക്കും നിശ്ചയിച്ചിട്ടുണ്ടാകുക. ആ കേമത്വം ദേവസ്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയായ രീതിയല്ല. അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് ഇടയാക്കുക. അതുകൊണ്ട് അടിയന്തരമായി അത് തിരുത്തുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതാണ്. ഇതിൽ ചെയ്യേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം ദേവസ്വം മന്ത്രി മുഖ്യമന്ത്രിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് അടിയന്തരമായി തിരുത്തുന്ന നടപടി സ്വീകരിക്കും. ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും കടന്നുകൊണ്ടുള്ള ഒരു കടുത്ത നടപടികളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. തുടക്കമല്ലേ, ഇനിയുണ്ടല്ലോ സമയം. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലുള്ള വിസ്മയങ്ങളിലൊന്നാകാം, ബാക്കി കാര്യങ്ങൾ പിന്നീടാകാം. അതാ തന്നെ ഭരണ നടപടികൾ സാധാരണഗതിയിൽ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരമൊരു ഘട്ടത്തിൽ അത് ചെയ്യുമ്പോൾ പൊതുവിൽ പ്രവർത്തനത്തിന് സഹായകരമാണോ എന്ന സംശയം സ്വാഭാവികമായിട്ട് വരും. ഇന്ത്യ മുന്നണി യോഗത്തിലെ വളരെ വളരെ ഒരു പൊളിറ്റിക്കൽ അല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് ഉണ്ടായത്. ആക്ഷേപം വന്നു തുടങ്ങിയിട്ടുണ്ട്. കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. ഇന്ത്യ മുന്നണി യോഗത്തെ സംബന്ധിച്ച അത് പോഡ്കാസ്റ്റ് ആയി പുറത്തു വരുന്നു. കെട്ടിപ്പിടിക്കൽ സാധാരണഗതിയിൽ നമ്മുടെ ഇടയിൽ അധികം ഉണ്ടാകാറില്ല. അപൂർവമായിട്ട് ചില ആളുകളെ കെട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷേ ഞാനും രാഹുൽ ഗാന്ധിയൊക്കെ കാണുമ്പോൾ സാധാരണ ഒന്നുകിൽ പരസ്പരം വണങ്ങും, അല്ലെങ്കിൽ കൈകൊടുക്കും. കെട്ടിപ്പിടിക്കുക എന്നുള്ളത് സാധാരണ ഉണ്ടാകാറില്ല. പക്ഷേ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ ഇന്ന് കണ്ടു. രാഹുൽ ഗാന്ധി മോദിയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ കാണുകയുണ്ടായി. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് ആക്ഷേപമുള്ളത് കൊണ്ടല്ല. പക്ഷേ ഈ പറഞ്ഞത് മറ്റൊരു തരത്തിലുള്ള ചിത്രീകരണമാണ്. അത് രാഹുൽ ഗാന്ധിയുടെ സംസാര രീതി തന്നെയാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി എങ്ങനെ ഇന്ത്യ വേദിയെ കാണുന്നു എന്നുള്ളതാണ്. വളരെ വിശദമായി പറയേണ്ട കാര്യമാണ്. അതിലേക്ക് അത്ര വിശദമായിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇന്ത്യ വേദി ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക സ്ഥിതിവിശേഷമുണ്ട്. ആ സ്ഥിതിവിശേഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മാത്രമല്ല, അഖിലേഷ് യാദവ്, തേജസ്വി യാദവ്, അതുപോലുള്ള നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാര പാർട്ടികൾ ആ യോഗത്തിൽ തന്നെ ശബ്ദമുയർത്തിയത്, കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെ ശബ്ദിച്ചത്. ഇപ്പോൾ DMK ഇവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനും ഇടയാക്കിയത് കോൺഗ്രസിൻ്റെ സമീപനമാണ്. കോൺഗ്രസിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ സമീപനമാണ്. അത് ഇന്ത്യ വേദിയെ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ളതല്ല എന്നതാണ് യഥാർത്ഥ നില. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പലപ്പോഴും BJPയെ സഹായിക്കുന്ന നിലയാണ് വരുന്നത്. BJPയുടെ സഹായിയായി മാറുന്ന അവസ്ഥ ഇത്തരം പ്രവൃത്തികളിലൂടെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഉണ്ടാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.